ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒരു കാനഡിയൻ ട്രാഫിക് റൂൾസിനെ പറ്റി ഒരു അവലോകനം ചെയ്യുകയാണ്. ഇത് 7 പുതിയ അപ്ഡേറ്റഡ് റൂളുണ്ട് 2026. അത് വളരെ ഗുണകരമാണ്. അത് ശരിയായിട്ട് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ. ഇത് ഞാൻ തരുന്നത് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനൽ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതത് പ്രവിശ്യയിലുള്ള ട്രാഫിക് അതോറിറ്റീസായി കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അത്യാവശ്യത്തിനായി റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഒരു അൺഎക്സ്പെക്റ്റഡ് വേ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പുറകിലൊരു ലൈറ്റ് മിന്നുന്നതായി വണ്ടി വരുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് ചിലപ്പം ടിക്കറ്റ് തരുന്നു. അതെന്താണെന്ന കാര്യം പോലും നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുതിയ ടൈം ടു ടൈം ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രാഫിക് റൂൾസ് ആരും റെഫർ ചെയ്യാത്തതുകൊണ്ട് വരുന്ന കുഴപ്പമാണത്. ഇത് പുതിയ ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കാരും ഇത് റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പുതിയ എമിഗ്രൻ്റായിട്ട് വരുന്ന ആൾക്കാർക്കും സ്റ്റുഡൻസിനും ഈ നിയമങ്ങൾ ബാധകമാണ്. ഈ പുതിയ നിയമങ്ങൾ പ്രകാരം ഈ നിയമങ്ങളുടെ മാറുകൾ ഓരോ ഡ്രൈവറും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഈ നിയമങ്ങളെ നിങ്ങളിവിടെ വാഹനം ഓടിക്കുന്ന ആളാണേലോ, പുതുതായി വന്ന ഒരു എമിഗ്രൻ്റ് ആണേലോ, ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണേലോ, വിദ്യാർത്ഥികളാണേലോ, ഈ നിയമങ്ങളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് വളരെയധികം നിങ്ങൾ പ്രയോജനം ചെയ്യുന്നതാണ്. താഴോട്ട് പറയുന്ന ഓരോ നിയമങ്ങൾ 7 റൂൾസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 7 റൂൾസും പാലിക്കുകയാണെങ്കിൽ വളരെയധികം അൺവാണ്ടഡ് ഫൈൻസും അതുപോലുള്ള ശിക്ഷകൾക്ക് കാരണമാകാതെ നമ്മുടെ ലൈഫിനെയും പണത്തെയും അതുപോലെ രാജ്യ നിയമങ്ങളെയും പാലിക്കാൻ നമുക്ക് സാധിക്കും. റൂൾ നമ്പർ 1 അത് ബന്ധപ്പെടുന്നത് അശ്രദ്ധമായി ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് വേണ്ടിയാണ് ഇത് ബാധകമാകുന്നത്. അശ്രദ്ധമായി ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ടച്ച് ചെയ്യുക, ഫോൺ ഉപയോഗിക്കുക, അവരുടെ ശ്രദ്ധയെ അങ്ങോട്ട് മാറ്റുക, അങ്ങനെ ഓടിക്കുമ്പോൾ വളരെയധികം അപകടം ഉണ്ടാകാൻ കാര്യമാകുന്നു. അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ലോയാണിത്. അത് ആൽബർട്ട, ഒണ്ടേറിയോ, BC എന്നിവിടങ്ങളിൽ ചിലപ്പോൾ റെഡ് സിഗ്നലിൽ നമ്മൾ ചിലപ്പം വണ്ടി നിർത്തി നിൽക്കുന്ന സമയങ്ങളിൽ ഫോണെ ടച്ച് ചെയ്യുന്ന പോലും അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്ന കുറ്റത്തിന് വേണ്ടി നമ്മൾ ശിക്ഷിക്കപ്പെടാൻ കാരണമായി തീരുന്നു. അതുപോലെ തന്നെ ഈ കുറ്റത്തിന് നമ്മൾ പിടിക്കുകയാണെങ്കിൽ, ഒണ്ടേറിയയിലാണെങ്കിൽ $3000 വരെ ഫൈൻ ഉണ്ടാകുന്നു. അത് 3 മാസം 3 തൊട്ട് 6 പോയിന്റ് വരെ ഡീമെറിറ്റ് പോയിന്റ് കാരണമാകുന്നു. കൂടാതെ ലൈസൻസ് സസ്പെൻഷനും കാരണമായി തീരുന്നു. ഈ സന്ദേശം വളരെ ലളിതമാണ്. ഒരു കാര്യം തീർച്ചയാക്കുക, വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ ഫോൺ വളരെ ദൂരത്ത് തന്നെ വെക്കുക, നയിറ്റാത്ത ദൂരത്ത് തന്നെ വെക്കുക. കൂടാതെ നിങ്ങൾക്ക് അഥവാ നാവിഗേഷന് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഹാൻഡ് ഫ്രീ സിസ്റ്റം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ കോളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് 1ാമത്തെ ലോയ. റൂൾ നമ്പർ 2 കാനഡയിലെ പുതുതായി വരുന്ന ഡ്രൈവേഴ്സും ഗ്രാജുവേറ്റ് ഡ്രൈവേഴ്സിന് ലേണേഴ്സ് ലൈസൻസിനെയും ബാധിക്കുന്ന നിയമമാണ്. 2026 BC, ഒണ്ടേറിയോ, ആൽബർട്ട ആൻഡ് മാനിറ്റോബയിലെ ബിരുദധാരികളായ ഡ്രൈവേഴ്സിനും ലേണേഴ്സ് ലൈസൻസിനുമുള്ള നിയമങ്ങളെ വളരെ കർക്കശമാക്കി. അതുപോലെ തന്നെ ഒണ്ടേറിയോയിലെ G1 ലൈസൻസ് ഉള്ള ഡ്രൈവേഴ്സിനെ 400 സീരീസ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഗവൺമെൻറ് കംപ്ലീറ്റ് നിരോധിച്ചിരിക്കുന്നു. കൂടാതെ ഡ്രൈവേഴ്സ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാതെ വാഹനം ഓടിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഈ നിയമങ്ങളിലൊന്നും പാലിക്കാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 30 ദിവസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ കാരണമാകുന്നു. ഇതുപോലെ തന്നെ വിദേശ ലൈസൻസ് ഉള്ള ആൾക്കാരെ കാനഡയിൽ വന്ന് ലൈസൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ഏത് വ്യവസ്ഥയിൽ വരുന്നവർ ലൈസൻസ് ഏത് ഘട്ടത്തിൽപ്പെടുന്ന ലൈസൻസ് കൂടെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിലുള്ള നിയമങ്ങളെ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു. 3ാമത്തെ റൂള് ഡ്രഗ് യൂസിന് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. അതുമായി ബന്ധപ്പെടുന്ന 2026 ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് വകുപ്പ് പുതിയ നാടകീയമായ വികസനം ഇതിലുണ്ടാക്കി. കാനഡയിലുടനീളം ട്രാഫിക് പോലീസിന് റോഡ് അരികിൽ തന്നെ നിങ്ങളുടെ വായിലെ ദ്രാവകം അല്ലെങ്കിൽ ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളെ ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ തന്നെ നിങ്ങൾക്ക് ഫ്ലൂയിഡ്
ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ THSA, കൊക്കൈന് ഇങ്ങനെ മറ്റു വസ്തുക്കളുടെ ടെസ്റ്റുകളും നിങ്ങൾക്ക് റോഡരികിൽ തന്നെ ചെയ്യാനുള്ള ഫെസിലിറ്റി പോലീസിൻ്റെ കയ്യിലുണ്ട്. ഈ കുറ്റത്തിന് ആദ്യ പ്രാവശ്യം നിങ്ങൾ പിടിക്കപ്പെട്ടാൽ 1000 മുതൽ ഓരോ പ്രവിശ്യയ്ക്കും ഓരോരോ ഫൈൻ സിസ്റ്റമാണുള്ളത്, കൂടാനേ സാധ്യതയുള്ളൂ. കൂടാതെ രണ്ടാമത് പിടിക്കുകയാണെങ്കിൽ നിർബന്ധിതമായ ജയിലും അതിന് കാരണമാകുന്നു. കൂടാതെ കാനഡയിലെ കഞ്ചാവ് ഉപയോഗം നിയമപരമാക്കി അനുവദിക്കുന്നെങ്കിലും അത് വാഹനം ഓടിക്കുകയാണെങ്കിൽ മദ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹോട്ട് ലിക്കർ ഉപയോഗിച്ച് നിങ്ങൾ പിടിക്കുന്ന അതേ ശിക്ഷ തന്നെ ആയിരിക്കും, ജയിലും അതായിരിക്കും. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ സൂക്ഷിക്കുക. 4ാമത്തെ റൂള് സ്കൂൾ സോൺ ആൻഡ് പ്ലേ ഗ്രൗണ്ട് സോണിൽ കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. 2026 ഈ നിയമം വളരെ കർക്കശമാക്കി. ശിക്ഷകൾക്ക് 0 ടോളറൻസായി, യാതൊരു വിധമായ എക്സ്ക്യൂസും ഇതിനുള്ളില്ലാതനും. പല നഗരങ്ങളിലും സ്കൂൾ സോൺ വേഗത പരിധി 30 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട്. സ്കൂൾ സോൺ പ്ലേ ഗ്രൗണ്ടിന് സമീപം 100 കണക്കിന് ഓട്ടോമേറ്റഡ് സ്പീഡ് ക്യാമറാസ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൽബർട്ടയിലും ഒണ്ടേറിയയിലും ഈ സോണിൽ ഈ വേഗതയിൽ ഓടിച്ചു കഴിഞ്ഞാൽ, പരിധിക്ക് മുകളിൽ ഓടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഡബിളാണ്. സ്കൂൾ സോണിൽ പരിധിക്ക് മുകളിൽ 10 കിലോമീറ്ററും ചെയ്ത് ഓടിച്ചാൽ $500 അതിൽ കൂടുതലും ആകാൻ സാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം കൂടാതെ തന്നെ ഈ ക്യാമറകൾ യാന്ത്രികമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എത്തുന്നു. രാവിലെ ഡ്രോപ്പ് ഓഫ് സമയത്തും ഉച്ചയ്ക്ക് പിക്ക് ചെയ്യാൻ സമയത്തും ഈ സോണിൽ ഈ ക്യാമറ സജീവമായിരിക്കും. ആയതിനാൽ ഏത് സമയത്ത് നിങ്ങൾ ഈ സ്കൂൾ സോണിലോ പ്ലേ ഗ്രൗണ്ട് സോണിലോ വാഹനം ഓടിക്കുകയാണെങ്കിൽ വളരെ സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് സൂക്ഷിക്കുക. റൂൾ നമ്പർ 5, വിൻ്റർ സമയത്ത് അതത് പ്രവിശ്യകളിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന നിയമമാണ്. ഒക്ടോബർ മുതൽ ഏപ്രിൽ മാസം വരെ ഈ കാലയളവിൽ BCയിൽ ഇന്റീരിയർ ഹൈവേയിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. നിർബന്ധമായി വിൻ്റർ ടയേഴ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്യണം. 2026 ശരിയായ ടയർ ഇല്ല എങ്കിൽ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് $600 വരെ പിഴ ചുമത്താൻ സാധ്യതയുണ്ട്. കൂടാതെ അവരെ ചെക്ക് പോയിന്റിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. നിങ്ങൾ കാനഡയിൽ പുതുതായി വന്നവരാണ്, ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ല എങ്കിൽ ഈ നിയമം ശരിയായി ഗൗരവമായി കാണണം. ഓൾ സീസൺ ടയറും വിൻ്റർ ടയറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് കാരണം വിൻ്റർ ടയർ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമായി പാലിക്കണം ഈ നിയമം. നിയമം 6, ആക്രമണാത്മകമായ ഡ്രൈവിംഗ്, സ്റ്റണ്ട് ഡ്രൈവിംഗ് ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് കാനഡ റോഡിൽ നിയമത്തിൽ വളരെ കഠിന ശിക്ഷയാണ്. ഒണ്ടേറിയോ ഹൈവേ ട്രാഫിക് ആക്ടിൽ ഇതിന് പ്രത്യേക നിർവചനങ്ങൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗത കവിയുക, ലൈനുകൾക്കിടയിൽ അമിതമായി മാറുക, വാഹനങ്ങൾ അപകടമായ രീതിയിൽ ലൈൻ മുറിക്കുക, ഇവയെല്ലാം വളരെ പിഴയ്ക്ക് കാരണമാകും. ലംഘനങ്ങൾക്ക് ശിക്ഷ ഉടനടിയായിരിക്കും. ലംഘനങ്ങൾ ഉള്ള ആൾക്കാർക്ക് വാഹനം റോഡിൽ തന്നെ 14 ദിവസത്തേക്ക് കണ്ടുകെട്ടാനും, കൂടാതെ റോഡിൽ തന്നെ നിങ്ങളുടെ വാഹനം ലൈസൻസ് 30 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടും. കൂടാതെ കോടതി പിഴ $10,000 വരെ ആകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ സ്വന്തം നാട്ടിൽ ശീലിക്കുന്ന ശീലങ്ങൾ കാനഡയിൽ പ്രാക്ടീസ് ചെയ്താൽ അത് സ്റ്റണ്ട് ഡ്രൈവറായി കണക്കാക്കും. അതുപോലെ എല്ലാത്തിനുപരിയായി കാനഡ ഒരു നല്ല വിവരമുള്ള ഡ്രൈവേഴ്സിനായി കാണാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. റൂൾ നമ്പർ 7, ഇൻഷുറൻസ് ഡോക്യുമെന്റേഷനെ പറ്റിയാണ് ഉള്ളത്. ഇത് എല്ലാ നിയമത്തിലേക്കും കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉളവാക്കുന്നു. ഇതിൽ പറയുന്നു നിങ്ങളുടെ കൈവശം വാഹനത്തിന്റെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷന്, വാലിഡ് അപ്ഡേറ്റഡ് ഇൻഷുറൻസ് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. റോഡിൽ ഓഫീസർ സ്റ്റോപ്പ് ചെയ്താൽ ഇതെല്ലാം പ്രസന്റ് ചെയ്യാൻ നിങ്ങളിൽ റെഡി ആയിരിക്കണം. മിക്ക പ്രൊവിൻസുകളിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കൂടെ ഇൻഷുറൻസ് ഡിജിറ്റലായി കോപ്പി എടുത്ത് കൊടുത്താൽ അവരെ സ്വീകരിക്കുന്നതായിരിക്കും.
എന്നാൽ ഒണ്ടോറിയയിൽ വാലിഡ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് പിടിക്കുകയാണെങ്കിൽ $25,000 വരെ പിഴയായി ചുമത്തും. കൂടാതെ നിങ്ങളുടെ വാഹനം സ്ഥലത്ത് തന്നെ കണ്ടുകെട്ടുവാനും കാരണമാകുന്നു. ക്യൂബക്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് എക്സ്പയറിയായി പോയെങ്കിൽ, ഒരു ആക്സിഡന്റ് ആ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ആരുടെ വാഹനമായാലും നിങ്ങൾ പൂർണ്ണമായ സാമ്പത്തിക ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരും. ആയതിനാൽ നിങ്ങൾ ഇൻഷുറൻസ് ഓട്ടോ റിന്യൂവൽ ആയി കിട്ടുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യുക. കൂടാതെ എല്ലായ്പ്പോഴും രേഖകൾ റെഡിയായി സൂക്ഷിക്കുക. ഇവയാണ് പ്രധാനമായ 7 അപ്ഡേറ്റുകളെ. 2026 കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതത് പ്രൊവിൻസിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശരിയായ വിവരം കിട്ടും. ഇതൊരു ഗൈഡൻസ് മാത്രമാണ്.